ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനാ. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് പുതിയ ആകാശവും പുതിയ ഭൂമിയും തരുന്നത് പരിശുദ്ധാത്മാവ്. എത്ര കാർമേഘം കെട്ടി നിൽക്കുന്ന മനസ്സാണെങ്കിലും, എത്ര ഇരുണ്ടുപോയ ജീവിതമാണെങ്കിലും, വൺസ് യു റിസീവ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന സമയത്ത് ഇരുണ്ട ആകാശം ചുവന്ന ആകാശമായി മാറും. നിഴൽ വീണ നിന്റെ ജീവിതം വല്ലാത്ത പ്രകാശമാനമായി മാറുന്നത് കാണാൻ പറ്റും. അതേപോലെ വചനത്തിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ലൂക്കാസ് സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തില് 25-ാം വാക്യത്തില് ശിമയോൻ എന്നൊരു മനുഷ്യനെ കാണുക. നീതിമാൻ, ദൈവഭക്തൻ, ഇസ്രയേലിന്റെ ആശ്വാസം പ്രതീക്ഷിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. നീതിമാനാകണമെങ്കിൽ, ദൈവഭക്തനാകണമെങ്കിൽ, ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് വേണം. പണ്ടൊക്കെ പ്രാർത്ഥിക്കാത്തവരെ കാണുമ്പോൾ അസ്വസ്ഥത വരുമായിരുന്നു. പള്ളിയുടെ വെളിയിൽ നിൽക്കുന്നവരെ കാണുമ്പോൾ അസ്വസ്ഥത വരുമായിരുന്നു. പള്ളിയുടെ പുറകെ ഇരിക്കുന്നവരെ കാണാൻ ഇപ്പോഴും വരാറുണ്ട്, അസ്വസ്ഥത വരുമായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലൂടെ പിന്നീട് കടന്നു പോകുന്നൊരു ചിന്തയുണ്ട്, കൃപ കിട്ടാഞ്ഞിട്ടാണല്ലോ. ആത്മീയ ശുശ്രൂഷകളിൽ നിന്ന് പിൻവാങ്ങുന്ന മനുഷ്യർ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ദൈവങ്ങളെ, ഒരു ബോധ്യം അതാണ്. പരിശുദ്ധാത്മാവിനെ കിട്ടാതെ നിനക്ക് യേശു കർത്താവെന്ന് പറയാനാവില്ലെന്ന് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവിൽ. യേശു കർത്താവെന്ന് പറയണമെങ്കിൽ പോലും ഒരാൾക്ക് ഹല്ലേലൂയ പറയാൻ പറ്റാത്തത് പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ടാണ്. ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തത് പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ടാണ്. ഒരാൾക്ക് സ്നേഹിക്കാൻ സാധിക്കാത്തത്, മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റാത്ത എത്രയോ മക്കള്, സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമില്ലാത്ത, ഒരു ക്ഷമ ചോദിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ കഴിഞ്ഞ എത്രയോ മക്കൾ. പരിശുദ്ധാത്മാവിന്റെ കുറവാണ് മക്കളെ, പരിശുദ്ധാത്മാവിന്റെ ഇല്ലായ്മ. എന്നും വഴക്കുണ്ടാക്കുന്ന ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ? എന്നും മദ്യപിച്ച് വരുന്ന ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ? തിന്മകൾക്ക് നിരന്തരം അടിപ്പെടുന്ന മക്കള് പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കിയവരാണ്. ഈ ശിമയോന്റെ പ്രത്യേകത, അവന്റെ മേൽ പരിശുദ്ധാത്മാവ് ആത്മീയ വരവ മക്കളെ, ആത്മീയ കവച, നിന്നെ വല്ലാതെ പ്രചോദിപ്പിക്കുന്ന ജീവന്റെ തുടിപ്പാണ്. ദൈവ ജീവന്റെ തുടിപ്പിന്റെ പേരാ പരിശുദ്ധാത്മാവ്. കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് എന്നെ വെളിപ്പെടുത്തിയതാണ്. ഹോളി സ്പിരിറ്റ് ബിക്കംസ് ദ ഫ്രണ്ട്. പരിശുദ്ധാത്മാവ് ഒരു സുഹൃത്താണ്. ഏറ്റവും നല്ല സുഹൃത്തിന്റെ പേരാ പരിശുദ്ധാത്മാവ്. നിന്നോടെല്ലാം പറഞ്ഞു തരുന്ന, നിന്നെ വഴി കാണിക്കുന്ന, നിന്നെ ഓർമ്മപ്പെടുത്തുന്ന, നിന്നെ ധൈര്യപ്പെടുത്തുന്ന അല്ലെ സഹായകനെന്ന് ഈശോ പറഞ്ഞില്ലേ? ബെസ്റ്റ് ഫ്രണ്ടാണ്, ഏറ്റവും നല്ല സുഹൃത്ത്. പരിശുദ്ധാത്മാവ് ഏറ്റവും നല്ല സുഹൃത്ത്. പറഞ്ഞു, നീ മരിക്കത്തില്ല. ജീവിതത്തിൽ ഇങ്ങനെ വല്ലാതെ ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യൻ, ജെറുസലേം ദേവാലയത്തോട് ചേർന്ന് ജീവിച്ച ഒരു വയോധികനായ മനുഷ്യൻ, ഒരു വൃദ്ധൻ, അവിടുന്ന് കിട്ടുന്നതും കഴിച്ച് ദേവാലയത്തിൽ എപ്പോഴും ഇങ്ങനെ അൾത്താരയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു മനുഷ്യനെ ധ്യാനിക്കാൻ പറ്റുമെങ്കിൽ അയാളുടെ പേര് ശിമയോൻ. ഇതാ തിരുവചനം പറയുക, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിൽ വന്നു. ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുവന്ന നിമിഷത്തില് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ഇതാ ശിമയോൻ ദേവാലയം. ദൈവ പൈതലേ, പരിശുദ്ധാത്മാവ് വിൽ ടേക്ക് യു, ഹോളി സ്പിരിറ്റ് വിൽ ടേക്ക് യു ഇൻ കറക്റ്റ് ടൈം, ദി എക്സാക്ട് ടൈം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. നീ ചെല്ലേണ്ടടുത്ത്, നിന്നെ ചെല്ലേണ്ട സമയത്ത് പരിശുദ്ധാത്മാവ് എത്തിക്കും. നീ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നിടത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. നീ ഒന്നിനെ പറ്റി അറിയേണ്ടതേ. ഒരുപാട് ആകുലപ്പെടാറില്ലേ? ഒരുപാട് അസ്വസ്ഥപ്പെടുന്ന മക്കള് എന്താകും, എങ്ങനെ? ഡോണ്ട് വറി, ഹോളി സ്പിരിറ്റ് വിൽ വറി അബൌട്ട് ഇറ്റ്. പരിശുദ്ധാത്മാവ് ഇതിനെപ്പറ്റി ആകുലപ്പെട്ടോളും. പരിശുദ്ധാത്മാവിനറിയാം എപ്പോഴാണെന്ന്, സമയം ഏതാണ്, കാലം ഏതാണെന്ന് പരിശുദ്ധാത്മാവിനറിയാം. ഓ കർത്താവായ ദൈവമേ, ആത്മാവുള്ളവരാകാൻ,
ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകാൻ, ആത്മാവിനാൽ പഠിപ്പിക്കപ്പെടുന്നവരാകാൻ അങ്ങ് ഞങ്ങൾക്ക് വരം തരണം ഈശോയെ. പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. പരിശുദ്ധാത്മാവ് ജീവിതത്തിൻ്റെ വഴികൾ ഞങ്ങളെ കാണിച്ചു തരട്ടെ. നാളെയെപ്പറ്റി ഞങ്ങളെ ഓർമ്മിപ്പിച്ചു തരട്ടെ. നിരാശപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ബലമായി മാറട്ടെ. പരിശുദ്ധാത്മാവെ, ഏറ്റവും നല്ല സ്നേഹിത ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ